ഇന്നലത്തെ ക്ലാസ്സിന്റെ തുടർച്ചയാണ് ഇൻകം ഫ്രം സാലറീസ്. അതിൽ വാല്യൂഷൻ ഓഫ് പെർക്വിസിറ്റ്സ് എന്ന ടോപ്പിക്കാണ് എടുത്തിരിക്കുന്നത്. അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം വാല്യൂഷൻ ഓഫ് റെന്റ് ഫ്രീ ഹൗസ്. വാല്യൂഷൻ ഓഫ് റെന്റ് ഫ്രീ ഹൗസ് പ്രൊവൈഡ് ബൈ ദി എംപ്ലോയർ. അതിന്റെ റൂൾസ് ആണ് ഇതിൽ പഠിച്ചത്. ഒന്നുകൂടെ ഓർക്കുക. Important provisions regarding valuation of rent free house. അത് പേജ് നമ്പർ 42-ൽ അതിന്റെ സമ്മറി കൊടുത്തിട്ടുണ്ട്. In the case of government employees, it is the perquisite value is the amount fixed by the government. അവിടെ valuation ആവശ്യമില്ല. In other cases, non-count employee ആകുമ്പോൾ two possibilities there. ഒന്ന്, house owned by the employer അല്ലെങ്കിൽ accommodation owned by the employer. അങ്ങനെ ആകുമ്പോൾ value depends upon the population in which accommodation is provided. If the population is more than 25 lakhs, the perquisite value is 15% of salary income. And if the population is more than 10 lakh but not exceeding 25 lakhs, perquisite value is 10% of salary income. And if the population is less than 10 lakh, it will be 7.5% of the salary income. And if the accommodation is hired by the employer, the perquisite value will be 15% of salary or actual rent paid or payable, whichever is less. ഈ റൂൾസ് ആണ് നമ്മൾ പഠിച്ചത്. അതിന്റെ തുടർച്ചയായിട്ട് പഠിക്കാനുള്ള കാര്യങ്ങൾ, പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രം പറഞ്ഞു പോകാം. പേജ് നമ്പർ 47-ൽ എക്സംപ്റ്റഡ് പെർക്വിസിറ്റ് ഉണ്ട്. എക്സംപ്റ്റഡ് പെർക്വിസിറ്റ് പേജ് നമ്പർ 47, എക്സംപ്റ്റഡ് പെർക്വിസിറ്റ്. So 3 kinds of perquisite ആണ് പഠിച്ചത്. Perquisite taxable for all employees, perquisite taxable to specified employees, and then tax-free perquisites അല്ലെങ്കിൽ exempted perquisite. So exempted means it is not included in the salary income. അതിന്റെ പ്രധാനപ്പെട്ട എക്സാമ്പിൾസ് ഒരുപാട് ഐറ്റംസ് ഉണ്ട്. ഒരു 25 ഐറ്റംസ് 27 ഐറ്റംസ് പറഞ്ഞിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഐറ്റംസ് പറഞ്ഞു പോകാം. ഫസ്റ്റ് വൺ, മെഡിക്കൽ ഫെസിലിറ്റീസ് ഓർ റീഇംബേഴ്സ്മെന്റ് ഓഫ് മെഡിക്കൽ എക്സ്പെൻസസ്. മെഡിക്കൽ ഫെസിലിറ്റീസ് എന്ന് പറയുമ്പോൾ ചികിത്സാ സൗകര്യങ്ങൾ കൊടുക്കുക. ഒന്നുകിൽ providing facilities in the hospital owned by the employer or reimbursement of such expenses. Reimbursement എന്ന് പറയുമ്പോൾ ചികിത്സാ ചെലവ് തിരിച്ചു നൽകുക, അതാണ് റീഇംബേഴ്സ്മെന്റ്. ഇത് exempt ആണ്, provided the treatment is done in a hospital owned by the employer or in a government hospital. The treatment is in a private hospital, perquisite value exempt is up to 15,000. 15,000 രൂപ വരെ exempt ആണ്, ബാക്കിയുള്ള ടാക്സ്. ഓർമ്മിക്കേണ്ട കാര്യം, if the treatment is done in a hospital owned by the employer or the treatment is done in a government hospital, the perquisite value is fully exempt. And if the treatment is done in a private hospital, the treatment cost up to rupees 15,000 exempt, balance is taxable. അതാണ് പ്രൊവിഷൻ. അതിന്റെ ഡീറ്റെയിൽസ് അടുത്ത പേജിൽ ഒരു ചാർട്ടുകൾ കൊടുത്തിട്ടുണ്ട്, പിന്നീട് നോക്കുക. മറ്റു ചില ഫെസിലിറ്റീസ് ജസ്റ്റ് വായിച്ചു പോകുന്ന മാത്രമേ ഉള്ളൂ. രണ്ടാമത്തേത്, ഫെസിലിറ്റി ഓഫ് റിഫ്രഷ്മെന്റ്. റിഫ്രഷ്മെന്റ് സ്നാക്സ്, ഓഫീസ് അവേഴ്സിൽ റിഫ്രഷ്മെന്റ് കൊടുക്കുകയാണെങ്കിൽ, സ്നാക്സ് കൊടുക്കുകയാണെങ്കിൽ അതിന്റെ കോസ്റ്റ് എക്സംപ്റ്റ് ആണ്. ഫെസിലിറ്റി ഓഫ് ടെലിഫോൺ, എംപ്ലോയിക്ക് ടെലിഫോൺ ഫെസിലിറ്റി കൊടുക്കുക, ഇൻക്ലൂഡിംഗ് മൊബൈൽ ഫോൺ ഫെസിലിറ്റി, കോസ്റ്റ് ഈസ് ഫുള്ളി എക്സംപ്റ്റ്. Then സബ്സിഡൈസ്ഡ് ലഞ്ച് ഭക്ഷണം കൊടുക്കുകയാണെങ്കിൽ, ഓഫീസ് അവേഴ്സ് ഭക്ഷണം കൊടുക്കുകയാണെങ്കിൽ, if the cost of lunch up to ₹50, it is exempt. ഒരു ലഞ്ചിന്റെ കോസ്റ്റ് 50 രൂപ വരെയാണെങ്കിൽ എക്സംപ്റ്റ് ആണ്. 50 രൂപയിൽ കൂടുതലുണ്ടെങ്കിൽ എക്സസ് ടാക്സബിൾ. ഓക്കെ. Then recreation facilities, ഇതൊക്കെ ഒന്ന് വായിച്ചു പോകാം. Recreation facilities fully exempt. അതുപോലെ തന്നെ amount spent by the employer on a refresher course and training of the employee, അത് എക്സംപ്റ്റ് ആണ്. ഗുഡ്സ് സോൾഡ് അറ്റ് കൺസെഷൻ റേറ്റ്, വില കുറച്ച സാധനങ്ങൾ വിൽക്കുകയാണെങ്കിൽ ആ കൺസെഷൻ അത് എക്സംപ്റ്റ് ആണ്.
അതുപോലെ കൺവെയൻസ് ഫെസിലിറ്റി, വാഹന സൗകര്യം കൊടുക്കുകയാണെങ്കിൽ, ഓഫീസിലേക്ക് പോകാനും വരാനുള്ള വാഹന സൗകര്യം കൊടുക്കാനാണെങ്കിൽ അത് എക്സംപ്റ്റ് ആണ്. ഫ്രീ ട്രാവൽ പാസസ്, അതിന്റെ കോസ്റ്റ് എക്സംപ്റ്റ് ആണ്. LTC, ലീവ് ട്രാവൽ കൺസെഷൻ, എക്സംപ്റ്റ് സബ്ജക്ട് ടു സർട്ടൻ കണ്ടീഷൻസ്. അതുപോലെ അടുത്ത പേജിൽ പേജ് നമ്പർ 50 അതിന്റെ ബാക്കി വരുന്നുണ്ട്. വാല്യൂ ഓഫ് ഫ്രീ റേഷൻസ് ഗിവൺ ടു ആർമഡ് ഫോഴ്സസ്. ഡിഫൻസിൽ വർക്ക് ചെയ്യുന്നവർക്ക് ലഭിക്കുന്ന ഫ്രീ റേഷൻ, അതിന്റെ കോസ്റ്റ് എക്സംപ്റ്റ് ആണ്. അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ട് അതിൻ്റെ അകത്ത്. ബട്ട് പ്രധാനപ്പെട്ട ഐറ്റംസ് അതിന് വായിച്ചു പോകാം. യൂസ് ഓഫ് ലാപ്ടോപ്പ് ഓർ കമ്പ്യൂട്ടർ ഓഫ് എംപ്ലോയർ, എംപ്ലോയറുടെ ലാപ്ടോപ്പ് അതുപോലെ തന്നെ കമ്പ്യൂട്ടർ എംപ്ലോയി ഉപയോഗിക്കുകയാണെങ്കിൽ അതിന്റെ സർവീസ് കോസ്റ്റ് ഇറ്റ് ഈസ് എക്സംപ്റ്റ്. ഓക്കെ. ഫ്രീ എഡ്യൂക്കേഷൻ ഫെസിലിറ്റി, 25ാമത്തെ നമ്പർ, ഫ്രീ എഡ്യൂക്കേഷൻ ഫെസിലിറ്റി. If the employer provides free education facility to the children of the employee, it is exempt. അതുപോലെ ഇൻട്രസ്റ്റ് ഫ്രീ ലോൺ, ഇൻട്രസ്റ്റ് ഇല്ലാതെ എംപ്ലോയർ ലോൺ കൊടുക്കുകയാണെങ്കിൽ ആ ഇൻട്രസ്റ്റ് ബെനിഫിറ്റ് ഇറ്റ് ഈസ് എക്സംപ്റ്റ്. അങ്ങനെ കുറേ ഐറ്റംസ് ഉണ്ട്. ഒരു കുറച്ച് ഐറ്റംസ് നിങ്ങൾ പഠിച്ചു വെക്കുക, എക്സാമിനേഷൻ ചോദിക്കാം ചിലപ്പോൾ. ലിസ്റ്റ് ഔട്ട് 10 എക്സംപ്റ്റ് പ്രൊവിഷൻസ് നമുക്ക് ചോദിക്കാം. ഓക്കെ. മറ്റു പ്രധാനപ്പെട്ട ഏരിയ പേജ് നമ്പർ 51 ഡിഡക്ഷൻ ഫ്രം സാലറീസ്. അപ്പോൾ സാലറി ഇൻകം കമ്പ്യൂട്ടേഷൻ നടത്തി കഴിഞ്ഞാൽ അതിൽ നിന്ന് ചില ഡിഡക്ഷൻസ്, കുറവുകൾ അനുവദിക്കുന്നുണ്ട്. ഇറ്റ് ഈസ് അണ്ടർ സെക്ഷൻ 16(1), 16(2) and 16(3). 3 kinds of deductions are there. Standard deduction, section 16(1), entertainment allowances, section 16(2), tax on employment അല്ലെങ്കിൽ പ്രൊഫഷണൽ ടാക്സ് പെയ്ഡ്, സെക്ഷൻ 16(3). അങ്ങനെ 3 ഡിഡക്ഷൻ ഉണ്ട്. അതിൽ ഫസ്റ്റ് വൺ സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ. സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ നിങ്ങൾ ടെക്സ്റ്റ് പറഞ്ഞിരിക്കുന്നത് നോട്ട് അവൈലബിൾ വിത്ത് ഇഫക്ട് ഫ്രം അസസ്മെന്റ് 2006-7 എന്നുള്ളതാണ്. അത് ഒരു തവണ അത് പിൻവലിച്ചിരുന്നു, പക്ഷെ ഇപ്പൊ വീണ്ടും പുനഃസ്ഥാപിച്ചിട്ടുണ്ട്. ഇപ്പോൾ സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ അവൈലബിൾ ആണ്. അറ്റ് പ്രസന്റ് സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ ഈസ് ₹50,000 ഫ്രം ഗ്രോസ് സാലറീസ്. അപ്പോൾ അത് അവിടെ നോട്ട് ചെയ്യാം. സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ ₹50,000, സാലറിയിൽ നിന്ന് 50,000 രൂപ കുറക്കാം. being standard deduction, section 16 subsection 1. Okay. അതുപോലെ അടുത്തത് entertainment allowance. So the deduction for entertainment allowance is allowed only to government employees who is in receipt of this allowance. So ഇത് ഗവൺമെന്റ് എംപ്ലോയീസ് മാത്രം ബാധകമായ ഡിഡക്ഷൻ ആണ്. ഈ അലവൻസ് ലഭിക്കുന്ന ഗവൺമെന്റ് എംപ്ലോയീസിന് ഒരു ഡിഡക്ഷൻ അനുവദിക്കുന്നുണ്ട്. വാട്ട് ഈസ് ദ ഡിഡക്ഷൻ? ഇവിടെ ലിസ്റ്റ് ഓഫ് ദ 3, ഈ 3 ഐറ്റം ഉണ്ട്. ₹5,000, 2 1/5 or 20% of salary, 3 actual amount of entertainment allowance given to employee. ഈ 3-ൽ ഏതാണോ കുറവ്, that is allowed as deduction from gross salary. എന്തൊക്കെയാണ്? ₹5,000 the limits, 20% of salary and the actual amount of allowance granted. List of the 3 is allowed deduction. And here salary means basic salary only. The basic salary 20% അല്ലെങ്കിൽ 1/5. ഇതിൽ 3-ൽ ഏതാണോ കുറവ് അത് ഡിഡക്ഷൻ അനുവദിക്കുന്നുണ്ട്. ആൻഡ് ഇറ്റ് ഇസ് അപ്ലിക്കബിൾ ഓൺലി ടു ഗവൺമെന്റ് എംപ്ലോയീസ്. അത് മനസ്സിലാക്കുക. ഡിഡക്ഷൻ ഓൺലി അപ്ലിക്കബിൾ ടു ഗവൺമെന്റ് എംപ്ലോയീസ്. മൂന്നാമത്തത് അപ്ലിക്കബിൾ ടു ആൾ ടൈപ്സ് എംപ്ലോയീസ്. ഇറ്റ് ഈസ് ടാക്സ് ഓൺ എംപ്ലോയ്മെന്റ് അല്ലെങ്കിൽ പ്രൊഫഷണൽ ടാക്സ് പെയ്ഡ്, തൊഴിൽ നികുതി കൊടുത്തത്. അപ്പോൾ തൊഴിൽ നികുതി കൊടുത്തത് എല്ലാവർക്കും ഡിഡക്ഷൻ പേ ചെയ്യാം. ആക്ച്വൽ എമൗണ്ട് പെയ്ഡ് ഡ്യൂറിംഗ് ദ ഇയർ ക്യാൻ ബി ഡിഡക്റ്റഡ്. അപ്പോൾ 3 ഡിഡക്ഷൻ ആണ്. അപ്പോൾ ഡിഡക്ഷൻ ഫ്രം സാലറി ഇൻകം ഒരു ചോദ്യം വരാൻ ചിലപ്പോഴേ. 3 സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ ₹50,000. entertainment allowance applicable to government employees only. List of the 3, that is ₹5,000 limit, 20% of basic salary or actual allowance received, whichever is less. And the third one, tax on employment അല്ലെങ്കിൽ professional tax. ഈ 3 deduction from gross salary എന്ന് പറയുന്നത്. And after deducting deductions, you will get income from salaries അല്ലെങ്കിൽ taxable income from salaries. Okay. അപ്പോൾ അടുത്ത പേജിൽ ഇതിന്റെ 52 പേജിൽ അതിന്റെ കമ്പ്യൂട്ടേഷൻ ഓഫ് ടാക്സിബിൾ സാലറി അതിന്റെ ഒരു സ്പെസിമെൻ കൊടുത്തിട്ടുണ്ട്. ഈ രീതിയിലാണ് കമ്പ്യൂട്ടേഷൻ നടത്തേണ്ടത്. സാലറി റുപ്പീസ് ഡാഷ് പെർ മന്ത് 12 മാസത്തേക്ക് എടുക്കണം. 12 മാസം സർവീസ് ഉണ്ടെങ്കിൽ, ചില കേസുകളിൽ 12 മാസം സർവീസ് ഉണ്ടാവില്ല, ഒരു 8 മാസം സാലറിയും ബാക്കി 4 മാസം പെൻഷൻ അങ്ങനെയൊക്കെ വരാം. അപ്പോൾ എത്ര മാസമാണ് സർവീസിലുള്ളത് ആ മാസത്തെ സാലറി എടുക്കുക. യൂഷ്വലി 12 months. അതുപോലെ ആനുറ്റി ഓർ പെൻഷൻ, ബോണസ്,
ഫീ, കമ്മീഷൻ, എക്സെട്ര, ഡിഎൻഎസ് അലവൻസ് ഓർ ഡിഎൻഎസ് പേ, അങ്ങനെ ഐറ്റംസ് ഓരോന്ന് എഴുതുക. പറ്റുമെങ്കിൽ ഓരോ ഐറ്റം അലവൻസുകൾ വേറെ തന്നെ, പെർക്വിസിറ്റ് വേറെ തന്നെ കാണിക്കുന്നതായിരിക്കും നല്ലത്. അങ്ങനെ കാണിക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഒരുമിച്ച് എഴുതിയാൽ കുഴപ്പമൊന്നുമില്ല. ഓക്കെ, സോ യു വിൽ ഗെറ്റ് ഗ്രോ സാലറി. ഇതൊക്കെ ഐറ്റംസ് കൂട്ടി കഴിഞ്ഞാൽ ഗ്രോ സാലറി കിട്ടും. ദെൻ ഡിഡക്ഷൻസ്. നമ്പർ 1 സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ അപ് ടു 50,000. നമ്പർ 2 entertain allowance applicable to government employees only. നമ്പർ 3 പ്രൊഫഷണൽ ടാക്സ് ഓർ എംപ്ലോയ്മെന്റ് ടാക്സ്. ബാക്കിയുള്ളതാണ് ടാക്സബിൾ സാലറീസ് അല്ലെങ്കിൽ ഇൻകം സാലറീസ്. ഓക്കെ, ഇതാണ് കമ്പ്യൂട്ടേഷൻ രീതികൾ. അപ്പൊ ചെയ്ത എക്സാമ്പിൾസ് ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. നമുക്ക് ഒരു 2 എക്സാമ്പിൾ. ഇല്ലസ്ട്രേഷൻ 5 നോക്കുക. ഓക്കെ, ഇല്ലസ്ട്രേഷൻ 5 ഒന്ന് വായിച്ചു നോക്കിയാലോ? കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? കേൾക്കുന്നുണ്ട്. ഓക്കെ, സംശയം ഉണ്ടെങ്കിൽ പറയണം. നിങ്ങൾ ഇന്ററാക്ട് ചെയ്യണം കേട്ടോ. എന്തെങ്കിലും കേൾക്കുന്നില്ല, മനസ്സിലാകുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് മൈക്ക് ഓൺ ചെയ്തിട്ട് ചോദിക്കാം. ഇല്ലസ്ട്രേഷൻ 5 നോക്കുക. ഇവിടെ ചെറിയൊരു എക്സാമ്പിൾ ആണ്. മിസ്റ്റർ എ ജോയിൻഡ് പിക്ക ലിമിറ്റഡ് ഇൻ 1950. അതിനൊന്നും ആവശ്യമില്ല. He received rupees 4,000 per month as basic salary, rupees 400 per month as DA, rupees 150 per month as education allowance for 2 children, and 300 per month as entertainment allowance during the previous year 2007-8. The financial year received ഫിഗേഴ്സ് ഒക്കെ തെറ്റാണ്. അവരുടെ ഇയർ ഒക്കെ തെറ്റാണ് കേട്ടോ. എല്ലാം പഴയ വർഷമാണ്. അത് നിങ്ങൾ നോക്കണ്ട. അത് ചെയ്ത രീതി മാത്രം നോക്കുക. കമ്പ്യൂട്ടേഷൻ സാലറി ഇൻകം ഇത് കൃത്യമായിട്ട് വരച്ച് 2 കോളൊക്കെ കൊടുത്തിട്ടാണ് നിങ്ങൾ പരീക്ഷയ്ക്ക് ചെയ്യേണ്ടത്. ബേസിക് പേ ഇവിടെ 4,000 പെർ മന്ത് ആണ്. 4,000 into 12 അതാണ് 48,000 എന്ന് പറയുന്നത് ബേസിക് പേ. DA 400 പെർ മന്ത് ആണ്. 400 into 12 അതാണ് 4,800. ദെൻ പിന്നെ എന്താ ഉള്ളത്? എഡ്യൂക്കേഷൻ അലവൻസ് ഫോർ 2 ചിൽഡ്രൻ 300 പെർ മന്ത് ആണ്. അപ്പൊ അതിന് ടാക്സബിൾ പാർട്ട് മാത്രമാണ് എടുക്കേണ്ടത്. അപ്പോൾ അത് ടാക്സബിൾ പാർട്ട് കാണാൻ വേണ്ടി കമ്പ്യൂട്ടേഷൻ നിങ്ങൾക്ക് ഇന്ന കോളത്ത് കാണിക്കാം. എഡ്യൂക്കേഷൻ അലവൻസ് റിസീവ്ഡ് എത്രയാണത്? 300 പെർ മന്ത്. 300 into 12 എത്ര കിട്ടി? 3,600 അല്ലേ? 12 3 36 3,600 പ്ലസ് എക്സംപ്റ്റ്. എക്സംപ്റ്റ് എന്ന് പറയുന്നത് എഡ്യൂക്കേഷൻ അലവൻസ് നിങ്ങൾക്കറിയാം. ഇറ്റ് ഈസ് എക്സംപ്റ്റ് ₹100 പെർ മന്ത് പെർ ചൈൽഡ് ഫോർ 2 ചിൽഡ്രൻസ്. 100 രൂപ പ്രകാരം ഡിഡക്ഷൻ ക്ലെയിം ചെയ്യാം ഒരു മാസം, പരമാവധി 2 കുട്ടികൾക്ക്. അപ്പോൾ ഇവിടെ 2 കുട്ടികൾ ഉണ്ടാകുമ്പോൾ 2 into 100 into 12 അപ്പോൾ 2,400 രൂപ എക്സംപ്ഷൻ ക്ലെയിം ചെയ്തു. ബാക്കിയുള്ള 1,200. മനസ്സിലായല്ലോ അല്ലേ? 1,600 രൂപ മൊത്തം കിട്ടിയത്. എക്സംപ്റ്റ് 2 into 12 into 100 2,400. ടാക്സബിൾ പാർട്ട് 1,200. ഓക്കെ, പിന്നെ എന്റർടൈൻമെന്റ് അലവൻസ് 3,600 എന്നില്ലേ? ഫൈനാൻഷ്യൽ ഇയർ 100 പെർ മന്ത്. അതാണ് 100 പെർ മന്ത് ആകുമ്പോൾ 1,200 ആണ് വരേണ്ടത്. ഓക്കെ, അത് എന്തോ തെറ്റാണെന്ന് തോന്നുന്നു. എന്റർടൈൻ അലവൻസ് അവിടെ ഇയർ 54 എന്ന് കാണുന്നു. സോ ഇഗ്നോർ ഇറ്റ്. അപ്പോൾ കിട്ടിയ എമൗണ്ട് 3,600 നിങ്ങൾ വിചാരിക്കുക. ഓക്കെ, ടാക്സബിൾ സാലറി 57,600. ഇവിടെ എന്റർടൈൻ അലവൻസ് ഫുള്ളി ടാക്സബിൾ ആണ് ബിക്കോസ് ഹീസ് എ കമ്പനി എംപ്ലോയി, ഗവൺമെന്റ് എംപ്ലോയി അല്ല. ഓക്കെ, അങ്ങനെയുള്ള എക്സാമ്പിൾസ് അവിടെ ചെയ്ത് നിങ്ങൾ നോക്കുക. ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല. ഓക്കെ, ഞാൻ അടുത്ത ഏരിയയിലേക്ക് പോവുകയാണ്. സമയമുണ്ടെങ്കിൽ പിന്നീട് നമുക്ക് പ്രോബ്ലം ചെയ്ത് നോക്കാം. സാലറീസ് ലാസ്റ്റ് പാർട്ട് പേജ് നമ്പർ 60 പ്രൊവിഡന്റ് ഫണ്ട് സ്കീംസ് 60ാമത്തെ പേജ്. ഓക്കെ, പ്രൊവിഡന്റ് ഫണ്ട് സ്കീം നിങ്ങൾക്കറിയാം. അത് ഒരു ഇറ്റ് ഈസ് എ സോഷ്യൽ സെക്യൂരിറ്റി മെഷർ എന്ന് പറയാം അല്ലേ? സാമൂഹ്യ സുരക്ഷാ പദ്ധതി. അപ്പോൾ പ്രൊവിഡന്റ് മീൻസ് പ്രൊവൈഡ് ഫോർ ഫ്യൂച്ചർ. അപ്പോൾ പ്രൊവിഡന്റ് ഫണ്ട് സ്കീമിൽ എംപ്ലോയറും എംപ്ലോയിയും നിശ്ചിത കോൺട്രിബ്യൂഷൻ ഓരോ മാസവും നൽകും. അത് മറ്റ് ഫണ്ടുകളിൽ സെക്യൂരിറ്റീസ് നിക്ഷേപിക്കും. അതിന്റെ ഇൻട്രസ്റ്റ് ഉൾപ്പെടെയുള്ള എമൗണ്ട് റിട്ടയർമെന്റ് സമയത്ത് ഒരുമിച്ച് ലഭിക്കും. ഓക്കെ, അതാണ് പ്രൊവിഡന്റ് ഫണ്ട് സ്കീം എന്ന് പറയുന്നത്. അപ്പോൾ അതിന്റെ ടാക്സ് ട്രീറ്റ്മെന്റ് നമുക്ക് അതിന്റെ ടൈപ്സ് ഓഫ് പ്രൊവിഡന്റ് ഫണ്ട് സ്കീം അതുപോലെ തന്നെ അതിന്റെ ടാക്സ് ട്രീറ്റ്മെന്റ് ആണ് പഠിക്കാനുള്ളത്. ഫോർ ടാക്സ് പർപ്പസ് there are 4 kinds of provident fund schemes. They are statutory provident funds, recognized provident funds, public provident funds,
and approved superannuation fund. Actually, അഞ്ചാമത്തത് പ്രൊവിഡന്റ് ഫണ്ട് അല്ല, അത് മറ്റൊരു തരത്തിലുള്ള ഫണ്ടാണ്. സൂപ്പറാനുവേഷൻ ഫണ്ട് റിട്ടയർമെന്റുമായി ബന്ധപ്പെട്ട ഫണ്ടാണ്. 4 അല്ലെങ്കിൽ 5 സ്റ്റാറ്റ്യൂട്ടറി പ്രൊവിഡന്റ് ഫണ്ട്, RPF recognized provident fund, URPF unrecognized provident fund, and public provident fund, and also ASF, that means approved superannuation fund. ഇതിന്റെയൊക്കെ മീനിങ് മനസ്സിലാക്കുക. ഫസ്റ്റ് വൺ സ്റ്റാറ്റ്യൂട്ടറി പ്രൊവിഡന്റ് ഫണ്ട് അല്ലെങ്കിൽ SPF അല്ലെങ്കിൽ GPF, ഗവൺമെന്റ് പ്രൊവിഡന്റ് ഫണ്ട് എന്ന് പറയും, ഗവൺമെന്റ് പ്രൊവിഡന്റ് ഫണ്ട്. സോ ഇറ്റ് ഈസ് അപ്ലിക്കബിൾ ടു ഗവൺമെന്റ് ആൻഡ് സെമി ഗവൺമെന്റ് എംപ്ലോയീസ്. ഗവൺമെന്റ് അതുപോലെ സെമി ഗവൺമെന്റ് ജീവനക്കാർക്ക് ബാധകമായിട്ടുള്ള PF ആണ് statutory PF പറയുന്നത്. Recognized provident fund. Recognized means it is approved by the Chief Commissioner of Income Tax. So Income Tax Chief Commissioner approve ചെയ്ത അംഗീകരിച്ച PF ആണ് recognized provident fund. That means by contributing to this type of fund, the assessee can avail tax benefit. ഇതുപോലുള്ള ഫണ്ടുകൾ നിക്ഷേപിച്ചുകൊണ്ട് ടാക്സ് ബെനിഫിറ്റ് നേടാം. That is what is called recognized. Then URPF unrecognized. It means it is not recognized by the or not approved by the Chief Commissioner of Income Tax. ഈ നിക്ഷേപങ്ങളിൽ നിക്ഷേപിക്കുന്നതുകൊണ്ട് ടാക്സ് ബെനിഫിറ്റ് കിട്ടില്ല. നാലാമത്തത് PPF പബ്ലിക് പ്രൊവിഡന്റ് ഫണ്ട്. ഈ പറഞ്ഞ സ്റ്റാറ്റ്യൂട്ടറി പ്രൊവിഡന്റ് ഫണ്ട്, RPF, URPF, it is applicable to employees, whether government or private sector. പൊതുജനങ്ങൾക്ക് പബ്ലിക്കിന് എങ്ങനെയുള്ള ടാക്സ് ബെനിഫിറ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഗവൺമെന്റ് കൊണ്ടുവന്ന സ്കീമാണ് പബ്ലിക് പ്രൊവിഡന്റ് ഫണ്ട്. So any individual can open public provident fund account in recognized banks. ഏത് വ്യക്തിക്കും അങ്ങനെ ഓപ്പൺ ചെയ്യാം, ജോലി ഉണ്ടാകുന്ന നിർബന്ധമൊന്നുമില്ല. And any approved banks, and contribution, minimum contribution in a year is ₹500 in a year, and maximum contribution ₹70,000 അവിടെ പറയുന്നത് തെറ്റാണ്. It is 1,50,000 at present. പഴയതാണ് 70,000, അത് മാറ്റുക. The maximum contribution in PPF is at present ₹1,50,000. 70,000 മാറ്റിയിട്ട് 1,50,000 എന്ന് എഴുതുക. ഓക്കെ. ഇനി അപ്രൂവ്ഡ് സൂപ്പറാനുവേഷൻ ഫണ്ട്. സൂപ്പറാനുവേഷൻ മീൻസ് റിട്ടയർമെന്റ് ആണ്. റിട്ടയർമെന്റ് സമയത്ത് ഒരു നിശ്ചിത തുക ലംസം ഒരുമിച്ച് കിട്ടാൻ വേണ്ടിയിട്ട് നിക്ഷേപിക്കുന്ന ഒരു സ്കീമാണ് അപ്രൂവ്ഡ് സൂപ്പറാനുവേഷൻ ഫണ്ട്. ഇത് നിക്ഷേപിക്കുന്നതിനും അതും PF പോലത്തെ ഒരു സ്കീമാണ്. ഓക്കെ, അപ്രൂവ്ഡ് സൂപ്പറാനുവേഷൻ ഫണ്ട്. ഇനി ഇതിന്റെ ടാക്സ് ട്രീറ്റ്മെന്റ് അടുത്ത പേജിൽ, പേജ് നമ്പർ 63 കൊടുത്തിട്ടുണ്ട്, അത് നോക്കുക. ടാക്സ് ട്രീറ്റ്മെന്റ് ഒരു 4 കോളംസ് ആയി കൊടുത്തിട്ടുണ്ട്. അപ്പം 3 സ്റ്റാറ്റ്യൂട്ടറി, RPF, URPF. അപ്പൊ നമുക്കറിയേണ്ടത് ഇതിൽ 3 തരത്തിലുള്ള ഫണ്ട് ഉണ്ടാവും. 1 എംപ്ലോയീസ് കോൺട്രിബ്യൂഷൻ, 2 എംപ്ലോയീസ് കോൺട്രിബ്യൂഷൻ, 3 ഇൻട്രസ്റ്റ് ക്രെഡിറ്റഡ് ടു പ്രൊവിഡന്റ് ഫണ്ട് ആനുവലി. പിന്നീട് അതുപോലെ തന്നെ അതിന്റെ ലംസം പേയ്മെന്റ് ഓൺ മെച്യൂരിറ്റി. ഇതിന്റെ ട്രീറ്റ്മെന്റ് employees contribution to this fund, interest credited annually, and treatment of amount withdrawn on maturity. ഇതിന്റെ കാലാവധി പൂർത്തിയാകുമ്പോൾ അല്ലെങ്കിൽ റിട്ടയർമെന്റ് സമയത്ത് ഫണ്ട് പിൻവലിക്കുമ്പോൾ അതിന്റെ ടാക്സ് ട്രീറ്റ്മെന്റ്. ഇതാണ് നമ്മൾ പഠിക്കാനുള്ളത്. ഫസ്റ്റ് വൺ എംപ്ലോയീസ് കോൺട്രിബ്യൂഷൻ, എംപ്ലോയിയുടെ കോൺട്രിബ്യൂഷൻ. അത് എംപ്ലോയീസ് കോൺട്രിബ്യൂഷൻ പറയുമ്പോൾ ഇറ്റ് ഈസ് സെഡ് ടു ബി an application of income. What is the meaning of application of income? Application of income means spending the income after receiving it. നമ്മുടെ ഇൻകം നമുക്ക് കിട്ടിക്കഴിഞ്ഞിട്ട് ചെലവഴിക്കുക, അതാണ് അപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ഇൻകം കിട്ടി, അത് ബാങ്കിൽ നിക്ഷേപിക്കുന്നു. ബാങ്കിൽ നിക്ഷേപിക്കുന്ന പോലെ മറ്റൊരു സ്കീമാണ് PF നിക്ഷേപിക്കുക. അത്രയും പ്രസക്തിയുള്ളൂ. ഓക്കെ. സോ എംപ്ലോയീസ് കോൺട്രിബ്യൂഷൻ ടു SPF, it is an application of income, but it is eligible for deduction under section 80C. അപ്പൊ നമുക്ക് അടുത്തൊരു പഠിക്കുന്ന ഏരിയ ആണ് ഡിഡക്ഷൻസ് അണ്ടർ സെക്ഷൻ 80C. ഓ ഗ്രോസ് ടോട്ടൽ ഇൻകം എന്നുള്ള കൺസെപ്റ്റ് ഉണ്ട്. 5 ഹെഡിൽ ഇൻകം എടുക്കുക. സാലറി ഇൻകം, പിന്നെ ഹൗസ് പ്രോപ്പർട്ടി ഇൻകം, ബിസിനസ് ഇൻകം, ക്യാപിറ്റൽ ഗെയിൻസ്, അതർ സോഴ്സ് ഇൻകം. ഇതിന്റെയൊക്കെ ടോട്ടലാണ് GT അല്ലെങ്കിൽ ഗ്രോസ് ടോട്ടൽ ഇൻകം. ഗ്രോസ് ടോട്ടൽ ഇൻകം ചില ഡിഡക്ഷൻസ് അനുവദിക്കുന്നുണ്ട് സെക്ഷൻ 80 പ്രകാരം. ഡിഡക്ഷൻസ് കുറച്ച് കഴിഞ്ഞാൽ വി വിൽ ഗെറ്റ് ടോട്ടൽ ഇൻകം. ഈ ടോട്ടൽ ഇൻകത്തിന് മേലെയാണ് ടാക്സ് കാണുന്നത്. പ്രധാനപ്പെട്ട ഒരു സെക്ഷൻ ഡിഡക്ഷൻ ആണ് 80C എന്ന് പറയുന്നത്. ഓക്കെ. 80Cയിൽ ഇങ്ങനെയുള്ള നിക്ഷേപങ്ങൾക്ക് കുറവ് ചെയ്യാൻ പറ്റുന്നതാണ്. സോ
amount contribution, employees contribution to SPF, it is deduction, it is eligible for deduction under section 80C. Okay. Employees contribution to RPF, employees contribution to SPF and RPF eligible for deduction under section 80C. Qualifies for deduction under section 80C. For URPF deduction അനുവദിക്കുന്നില്ല. ആ കുറവ് ചെയ്യാൻ പറ്റുന്നില്ല. That is why it is called URPF. The employees contribution to provident fund, statutory provident fund and RPF eligible for deduction under section 80C. URPF and not eligible for deduction. Okay. Then employers contribution. Employer contribution നടത്താം. അങ്ങനെ contribution നടത്തുകയാണെങ്കിൽ if it is SPF, tax free. Tax means അതിന് employee tax കൊടുക്കേണ്ട ആവശ്യമില്ല. RPF ആകുമ്പോൾ tax free up to 12% salary. Excess over 12% is included salary. RPF ആകുമ്പോൾ employees contribution to RPF up to 12% is exempt. Excess over 12% taxable ആണ്. അത് excess over 12%, ഈ പറഞ്ഞ 12% കൂടുതൽ ഉണ്ടെങ്കിൽ അത് സാലറി ഇനത്തിന് കൂടെ ഉൾപ്പെടുത്തണം. പിന്നെ URPF ആകുമ്പോഴും ടാക്സ് ഫ്രീ ആണ്. ഓക്കെ. ഇൻട്രസ്റ്റ് ക്രെഡിറ്റ് ടു പ്രൊവിഡന്റ് ഫണ്ട്, ഇൻട്രസ്റ്റ് ഓരോ വർഷവും ക്രെഡിറ്റ് ചെയ്യപ്പെടും, അതിന്റെ ടാക്സ് ട്രീറ്റ്മെന്റ്. SPF ആണെങ്കിൽ ടാക്സ് ഫ്രീ, ടാക്സ് കൊടുക്കേണ്ട ആവശ്യമില്ല. ആൻഡ് RPF ആകുമ്പോൾ ഇൻട്രസ്റ്റ് ക്രെഡിറ്റഡ് അപ് ടു 9.5% per annum, it is exempt. Excess interest if any, it is taxable. 9.5% വരെ ഉള്ള റേറ്റിലാണെങ്കിൽ അത് എക്സംപ്റ്റ് ആണ്. എക്സസ് ഓവർ 9.5 ആകുമ്പോൾ അത് അതിന് ടാക്സ് കൊടുക്കണം. ഓക്കെ. ദെൻ URPF ആകുമ്പോൾ ടാക്സ് ഫ്രീ, ടാക്സബിൾ അല്ല. ഓക്കെ, അത് മനസ്സിലായല്ലോ അല്ലേ? എംപ്ലോയീസ് കോൺട്രിബ്യൂഷൻ ടു പ്രൊവിഡന്റ് ഫണ്ട്, എംപ്ലോയീസ് കോൺട്രിബ്യൂഷൻ ടു PF, അതുപോലെ തന്നെ ഇൻട്രസ്റ്റ് ക്രെഡിറ്റഡ് ടു PF ട്രീറ്റ്മെന്റ്. ലാസ്റ്റ്ലി ലംസം പേയ്മെന്റ് അറ്റ് ദ ടൈം ഓഫ് റിട്ടയർമെന്റ് ഓർ ടെർമിനേഷൻ സർവീസ്. ഈ PF-ന്റെ കാലാവധി തീരുമ്പോൾ അല്ലെങ്കിൽ റിട്ടയർമെന്റ് സമയത്ത് ഈ ലംസം ഒരുമിച്ച് തിരിച്ചു കൊടുക്കുമ്പോൾ അതിന്റെ ട്രീറ്റ്മെന്റ് ശ്രദ്ധിക്കുക. സ്റ്റാറ്റ്യൂട്ടറി PF ആകുമ്പോൾ ടാക്സ് ഫ്രീ. ഗവൺമെന്റ് ജീവനക്കാർ അവരുടെ PF നിക്ഷേപം പിൻവലിക്കുമ്പോൾ അതിന് ടാക്സ് കൊടുക്കേണ്ട ആവശ്യമില്ല, അത് ഇൻകമായിട്ട് കണക്കാക്കുന്നില്ല. RPF ആണോ ശരി, അതും സെയിം ആണ്. RPF ആകുമ്പോൾ സെയിം ട്രീറ്റ്മെന്റ് ആണ്. ഇറ്റ് ഈസ് ഓൾസോ ടാക്സ് ഫ്രീ. ഇവിടെ ഒരു കണ്ടീഷൻ ഉണ്ട്, ദി എംപ്ലോയി മസ്റ്റ് ഹാവ് എ സർവീസ് ഓഫ് അറ്റ്ലീസ്റ്റ് 5 years. 5 വർഷത്തെ തുടർച്ചയായ സർവീസിന് ശേഷമാണ് അങ്ങനെ എമൗണ്ട് പിൻവലിക്കുന്നതെങ്കിൽ അല്ലെങ്കിൽ എമൗണ്ട് തിരിച്ചു കൊടുക്കുന്നതെങ്കിൽ ഇറ്റ് ഈസ് ടാക്സ് ഫ്രീ. സോ ടാക്സ് ഫ്രീ provided the employee has served continuously for at least 5 years. ഓക്കെ, ആ ഒരു കാര്യം പരിഗണിക്കണം. പിന്നെ URPF ആകുമ്പോൾ അവിടെ ട്രീറ്റ്മെന്റ് ശ്രദ്ധിക്കണം. ദി എമൗണ്ട് given to employee, it is divided into 2 parts. 2 പാർട്ടായിട്ട് വിഭജിക്കും. ഒന്ന് employees contribution and interest thereon. 2 interest on employees contribution. അവസാനം പറഞ്ഞ കാര്യം ശ്രദ്ധിക്കുക, അത് വായിച്ചു നോക്കുക. ലംസം അപ് ടു ദ എമൗണ്ട് ഈക്വൽ ടു എംപ്ലോയീസ് കോൺട്രിബ്യൂഷൻ ആൻഡ് ഇൻട്രസ്റ്റ് thereon is included in salary income. അപ്പോൾ സാലറി ഇൻകത്തിൽ വരുന്നത് എന്തൊക്കെയാണ്? എംപ്ലോയീസ് കോൺട്രിബ്യൂഷൻ ടു URPF ആൻഡ് ഇൻട്രസ്റ്റ് thereon. അതിൽ ആദ്യം പറഞ്ഞ പാർട്ട് എംപ്ലോയേഴ്സ് കോൺട്രിബ്യൂഷൻ ആണ്. എംപ്ലോയേഴ്സ് കോൺട്രിബ്യൂഷൻ EMPL അത് മാറ്റുക. എംപ്ലോയേഴ്സ് കോൺട്രിബ്യൂഷൻ. എംപ്ലോയേഴ്സ് കോൺട്രിബ്യൂഷൻ ടു ഇൻട്രസ്റ്റ് thereon, it is taxable under the head salaries. Then interest on employees contribution, it is taxable under the head income from other sources. അത് കറക്റ്റ് ചെയ്യണം. 2 ഡിവിഷനായിട്ട് മാറ്റുക. ഒന്നാമത്തെ പാർട്ട് employees contribution and interest thereon. First part employees contribution and interest thereon, it is included in salary income. രണ്ടാമത്തെ പാർട്ട് employees contribution and interest thereon. So employees contribution, it is already it is an application of income, അതിന് ടാക്സ് കൊടുക്കേണ്ട ആവശ്യമില്ല. Interest on employees contribution, it is taxable under the head income from other sources. Okay, ഇതാണ് ഇതിന്റെ ടാക്സ് ട്രീറ്റ്മെന്റ് ഓഫ് പ്രൊവിഡന്റ് ഫണ്ട്. ഓക്കെ, അപ്പൊ ഡിഡക്ഷൻ അടുത്തൊരു പേജില് 64, പേജ് നമ്പർ 64 ഡിഡക്ഷൻ ആൻഡ് സെക്ഷൻ 80C എന്നൊരു കുറച്ച് ഐറ്റംസ് ഉണ്ട്. അതുകൊണ്ട് ഇതിന്റെ ഭാഗമാണ്. അപ്പൊ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ
GTA means aggregate of income in all 5 heads: salary income, house property income, business income, capital gains, income from other sources. ഇതിന്റെയൊക്കെ aggregate total ആണ് GTA എന്ന് പറയുന്നത്. GTA യിൽ നിന്ന് ഡിഡക്ഷൻസ് അനുവദിക്കും സെക്ഷൻ 80 പ്രകാരം. ഡിഡക്ഷൻ കുറച്ച് കഴിഞ്ഞാൽ we will get total income. So total income means GTI minus deductions under section 80. 80 എന്ന് പറഞ്ഞാൽ കുറേ സെക്ഷൻസ് ഉണ്ട്. 80C to 80U എന്ന് പറയാം. 80C to 80U അല്ലെങ്കിൽ ചാപ്റ്റർ 6A. അതിൽപ്പെട്ട പ്രധാനപ്പെട്ട ഒരു ഡിഡക്ഷൻ ആണ് 80C എന്ന് പറയുന്നത്. മിക്കവാറും എല്ലാവരും ഉപയോഗിക്കുന്ന സെക്ഷൻ ആണ്. അതുകൊണ്ട് ഡിഡക്ഷൻ 80C അറിഞ്ഞിരിക്കണം. അതിൽ കുറേ അധികം ഐറ്റംസ് ഉണ്ട്. കുറച്ച് ഐറ്റംസ് എങ്കിലും നിങ്ങൾ അറിഞ്ഞിരിക്കുക, പ്രധാനപ്പെട്ട ഐറ്റംസ്. സോ ഡിഡക്ഷൻ ആൻഡ് സെക്ഷൻ 80C, ഇറ്റ് ഈസ് അപ്ലിക്കബിൾ ടു ഇൻഡിവിജ്വൽസ് ആൻഡ് HEF. HEF മീൻസ് ഹിന്ദു ആൻഡ് ഡിവൈഡ് ഫാമിലി. രണ്ട് ടൈപ്പ് ഓഫ് പേഴ്സൺ ആണ് ബാധകം. ഒന്ന് ഇൻഡിവിജ്വൽ, രണ്ട് HEF. അതിന്റെ മാക്സിമം ലിമിറ്റ് ഡിഡക്ഷൻ അറ്റ് പ്രസന്റ് ഈസ് 1,50,000. ഇവിടെ നിങ്ങളെ ടെക്സ്റ്റിൽ അത് 1 lakh എന്നാണ് ഉള്ളത്. അത് പഴയ എമൗണ്ട് ആണ്, അത് മാറ്റുക. അപ്പോൾ ഡിഡക്ഷൻ ഓൺ അക്കൗണ്ട് ഓഫ് ദി ഫോളോയിങ് സേവിങ്സ് ഓർ ഇൻവെസ്റ്റ്മെന്റ് കനോട്ട് എക്സീഡ് rupees 1 lakh. അല്ലെങ്കിൽ മാക്സിമം ഡിഡക്ഷൻ അലൗഡ് ഈസ് അപ് ടു rupees 1,50,000. 1 lakh എന്നുള്ളത് 1,50,000 ആക്കുക. Then so deductions cannot exceed 1,50,000 at present. Okay. In the qualifying items, deductions applicable under section 80C. Qualifying items ഏതൊക്കെയാണെന്നുള്ളത് ഒരു ലോങ് ലിസ്റ്റ് ഉണ്ട്. കുറേ അധികം ഐറ്റംസ് ഉണ്ട്. 10-25 അധികം ഐറ്റം ഉണ്ട്. ഇപ്പോഴും ഇതിൽ കൂടാതെ പുതിയ ചില ഐറ്റംസ് ഒക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ അറിഞ്ഞിരിക്കണം. അപ്പോൾ അതിലൊരു മിനിമം ഒരു 10-15 എണ്ണെങ്കിലും അറിഞ്ഞു വെക്കുക. ഓക്കെ. അപ്പോൾ പ്രധാനപ്പെട്ട ഐറ്റംസ് ഞാൻ പറഞ്ഞു പോകാം. ഒന്ന്, ഇൻ കേസ് അപ്ലിക്കബിൾ ഇൻഡിവിജ്വൽസ് ആൻഡ് HEF. പ്രധാനമായിട്ടും ഇൻഡിവിജ്വൽസ് കേസിൽ ഐറ്റംസ് എലിജിബിൾ ഫോർ ഡിഡക്ഷൻ. ഒന്ന്, ലൈഫ് ഇൻഷുറൻസ് പ്രീമിയം ഇൻ ദ നെയിം ഓഫ് സെൽഫ്, സ്പൗസ് ഓർ ചിൽഡ്രൻ. സ്വന്തം പേരിലോ സ്പൗസിന്റെ പേരിലോ കുട്ടിയുടെ പേരിലോ എടുക്കുന്ന ലൈഫ് ഇൻഷുറൻസ് പ്രീമിയം. ഇവിടെ കണ്ടീഷൻ ഉണ്ട്, ദ പ്രീമിയം ഷുഡ് നോട്ട് എക്സീഡ് 20% ഓഫ് പോളിസി എമൗണ്ട്. 20% കൂടാൻ പാടില്ല ഒരു വർഷത്തെ ഡിഡക്ഷൻ. സപ്പോസ് പോളിസി എമൗണ്ട് സപ്പോസ് ഇറ്റ് ഈസ് 10 lakh. 10 lakh 20% എന്ന് പറയുന്നത് എത്രയാണ്? 2 lakh. ഒരു വർഷം 2 lakh അല്ലെങ്കിൽ അത്രയും ഒരു വലിയ എമൗണ്ട് എടുക്കാം, ചെറിയ എമൗണ്ട് എടുക്കാം. പോളിസി എമൗണ്ട് സപ്പോസ് ഇറ്റ് ഈസ് 2 lakh. 2 lakh ആകുമ്പോൾ 20% ഇറ്റ് ഈസ് 40,000. ഒരു വർഷത്തെ ഡിഡക്ഷൻ 40,000 കൂടാൻ പാടില്ല. ഇവിടെ 20,000 പറയുന്നത് ഇഫ് ദ പോളിസി ഈസ് ടേക്കൺ ആഫ്റ്റർ 1st April 2014, 1/4/13 ശേഷം എടുക്കുന്ന പോളിസി ആണെങ്കിൽ the deduction should not exceed 10% of the policy amount. അപ്പോൾ ശ്രദ്ധിക്കുക, ഇപ്പോൾ അറ്റ് പ്രസന്റ് ആകുമ്പോൾ 10% ആണ് ലിമിറ്റ്. അപ്പോൾ 1 lakhന്റെ പോളിസി എടുക്കുകയാണെങ്കിൽ മാക്സിമം ഡിഡക്ഷൻ 10,000 ഓൺലി, വട്ട് എവർ മേ ബി ദി amount ഓഫ് പ്രീമിയം. അപ്പോൾ പ്രീമിയം എമൗണ്ട് എത്രയാണെങ്കിലും ശരി, ഒരു വർഷത്തെ ഡിഡക്ഷൻ ഇറ്റ് ഈസ് ലിമിറ്റഡ് ടു 10% ഓഫ് ദി പോളിസി എമൗണ്ട്. ഓക്കെ, അതാണ് ലൈഫ് ഇൻഷുറൻസ് പ്രീമിയം. ദെൻ അടുത്തത് മറ്റൊരു പ്രധാനപ്പെട്ട ഐറ്റം കോൺട്രിബ്യൂഷൻ ടു പ്രൊവിഡന്റ് ഫണ്ട്. നേരത്തെ നമ്മൾ കണ്ടു കഴിഞ്ഞു. കോൺട്രിബ്യൂഷൻ ടു സ്റ്റാറ്റ്യൂട്ടറി പ്രൊവിഡന്റ് മൂന്നാമത്തെ ഐറ്റം. കോൺട്രിബ്യൂഷൻ ടു SPF, കോൺട്രിബ്യൂഷൻ ടു RPF ആൻഡ് കോൺട്രിബ്യൂഷൻ ടു PPF. അപ്പോൾ PPFന്റെ അവിടെ 70,000 എന്നുള്ളത് കറക്റ്റ് ഇറ്റ് ആസ് 1,50,000. ഓക്കെ. കോൺട്രിബ്യൂഷൻ ടു SPF, RPF ആൻഡ് PPF. അതുപോലെ ആറാമത്തെ ഐറ്റം പേയ്മെന്റ് ഇൻ ULIP, യൂണിറ്റ് ലിങ്ക്ഡ് ഇൻഷുറൻസ് പ്ലാൻ. ഒരു യൂണിറ്റ് സ്കീമാണ്, മ്യൂച്വൽ ഫണ്ട് സ്കീമാണ് ULIP. അതുപോലെ കോൺട്രിബ്യൂഷൻ ടു മ്യൂച്വൽ ഫണ്ട് ഓഫ് LIC. ഒമ്പതാമത്തെ ഐറ്റം കോൺട്രിബ്യൂഷൻ ടു അപ്രൂവ്ഡ് സൂപ്പറാനുഷൻ ഫണ്ട്. കോൺട്രിബ്യൂഷൻ ടു അപ്രൂവ്ഡ് സൂപ്പറാനുഷൻ ഫണ്ട്. പിന്നെ 10ാമത്തെ ഐറ്റം കോൺട്രിബ്യൂഷൻ ടു നോട്ടിഫൈഡ് സെൻട്രൽ ഗവൺമെന്റ് സെക്യൂരിറ്റീസ്. അവിടെ 2 സ്കീമുണ്ട്, കോൺട്രിബ്യൂഷൻ ടു നാഷണൽ സേവിംഗ്സ് സ്കീം, അതുപോലെ തന്നെ കോൺട്രിബ്യൂഷൻ ടു നാഷണൽ സേവിംഗ് സർട്ടിഫിക്കറ്റ്. ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ സ്കീമുകളാണ്. അതുപോലെ തന്നെ 12ാമത്തെ ഐറ്റം ഡിപ്പോസിറ്റ് ഇൻ NHB, നാഷണൽ ഹൗസിംഗ് സ്കീം. പ്രധാനപ്പെട്ട ഞാൻ പറഞ്ഞു പോവുകയാണ്. 14ാമത്തെ ഐറ്റം റീഫണ്ട് ഓഫ് ലോൺ. ഹൗസിംഗ് ലോൺ എടുത്തിട്ട് അതിന്റെ ഇൻസ്റ്റാൾമെന്റ് തിരിച്ചടക്കുമ്പോൾ അത് എലിജിബിൾ ആണ്. ഹൗസിംഗ് ലോൺ എടുത്തിട്ട് അതിന്റെ പ്രിൻസിപ്പൽ എമൗണ്ട് മാത്രം, ഇൻട്രസ്റ്റ് അല്ല. അതുപോലെ കോൺട്രിബ്യൂഷൻ ടു മ്യൂച്വൽ ഫണ്ട് 15ാമത്തെ ഐറ്റം കോൺട്രിബ്യൂഷൻ ടു മ്യൂച്വൽ ഫണ്ട്. 17ാമത്തെ ഐറ്റം
tuition fee for children for education. ട്യൂഷൻ ഫീ, കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് കൊടുത്തിരിക്കുന്ന ട്യൂഷൻ ഫീസ് അതും ഇതുപോലെ തന്നെ എലിജിബിൾ ആണ്. ഇങ്ങനെ പുതിയ ചില ഐറ്റംസ് ഉണ്ട്. കൂടാതെ ഇപ്പം റീസെന്റ് ആയി വന്ന ഐറ്റംസ് ഫിക്സഡ് ഡെപ്പോസിറ്റ് ഇൻ നാഷണലൈസ്ഡ് ബാങ്ക് ഫോർ 5 years, അതുപോലെ തന്നെ ഡെപ്പോസിറ്റ് ഇൻ സുകന്യ സമൃദ്ധി അക്കൗണ്ട്, അങ്ങനെ ഒരുപാട് ഐറ്റംസ് വന്നിട്ടുണ്ട്. പുതിയ ടെക്സ്റ്റ് റെഫർ ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇതാണ് ഡിഡക്ഷൻസ് ആൻഡ് സെക്ഷൻ 80 എന്ന് പറയാം. ശരി, അപ്പോൾ 40 മിനിറ്റ് ഇപ്പം ഒരു കുറച്ച് 5 മിനിറ്റുള്ള മീറ്റിംഗ് എൻഡ് ആവും. അപ്പോൾ വീണ്ടും ജോയിൻ ചെയ്യണം. 40 മിനിറ്റ് മാത്രമേ ഡ്യൂറേഷൻ ഉണ്ടാവുള്ളൂ, ശ്രദ്ധിക്കുക. ഓക്കെ, ഇതിൽ പേജ് നമ്പർ 68 എടുത്ത് പേജ് നമ്പർ 68 എക്സാമ്പിൾസ് ചെയ്ത് നോക്കുക നിങ്ങൾ. ഇല്ലസ്ട്രേഷൻ 1. അതിലെ കമ്പ്യൂട്ടേഷൻ ഓഫ് സാലറിയും അതുപോലെ തന്നെ ഡിഡക്ഷൻ ആണ് കാണിക്കുന്നത്. ഐറ്റംസ് ഞാൻ ജസ്റ്റ് പറഞ്ഞു പോകാം. ബേസിക് സാലറി 36,000 അവിടെ കമ്പ്യൂട്ടർ ചെയ്യുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക. പെർ മന്ത് പറയാത്തൊക്കെ പെർ ഇയർ ആണ്. അപ്പോൾ 12 കൊണ്ട് മൾട്ടിപ്പിളിന്റെ ആവശ്യമില്ല. പെർ മന്ത് പറയാത്തൊക്കെ ബേസിക് സാലറി 36,000 മീൻസ് ഫീസ് ഫോർ 1 year. ഓക്കെ, HRA ഹൗസ് അറ്റ് കോളാർ ആണ്. റെന്റ് പെയ്ഡ് 6,000 4,000 ആണ്. അപ്പോൾ അതിന് ചെയ്ത് നോക്കുക. ബേസിക് സാലറി 36,000. HRAയുടെ കമ്പ്യൂട്ടേഷൻ നോക്കുക. HR റിസീവ്ഡ് 4,200 ലെസ് എക്സംപ്റ്റ്. ആക്ച്വൽ HRA അല്ലെങ്കിൽ റെന്റ് മൈനസ് 10%. റെന്റ് പെയ്ഡ് 6,000 ആണ്. 10% സാലറി മീൻസ് 36,000 10% 3,600 40% സാലറി. അപ്പോൾ ലീസ്റ്റ് എന്ന് പറയുന്നത് 2,400 രൂപയാണ്. അപ്പോൾ 4,200 2,400 എക്സംപ്റ്റ് ചെയ്തു, ബാക്കി ടാക്സബിൾ 1,400 ടാക്സബിൾ. ഓക്കെ, അപ്പോൾ ഗ്രോസ് സാലറി 37,700 വരും. ഡിഡക്ഷൻസ് ലൈഫ് ഇൻഷുറൻസ് പോളിസി 5,000, പിന്നെ വൈഫിന്റെ പോളിസി 2,500 രൂപ. അതുപോലെ പേയ്മെന്റ് അണ്ടർ യുലിപ് 1,000. ഇത്രയും ഡിഡക്ഷൻ ക്ലെയിം ചെയ്യാം. ബാക്കി ടാക്സബിൾ ഇൻകം ടാക്സബിൾ സാലറി 29,300. ഓക്കെ, രീതിയിൽ ചെയ്ത എക്സാമ്പിൾസ് ഒക്കെ നോക്കുക. അപ്പോൾ സാലറി ഇൻകം ഞാൻ തൽക്കാലം സ്റ്റോപ്പ് ചെയ്യാണ്. അടുത്ത ടോപ്പിക്കിലേക്ക് പോകുന്നതിന് മുമ്പേ എന്തെങ്കിലും ചോദിക്കാണ്ടെങ്കിൽ ചോദിക്കുക. പ്രോബ്ലം ചെയ്യാൻ സമയമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല, അതുകൊണ്ട് പ്രോബ്ലം ചെയ്യാൻ മെനക്കെടുന്നില്ല. അപ്പൊ ഇതിൽ എന്തെങ്കിലും ചോദിക്കാണ്ടെങ്കിൽ ചോദിക്കാം. Nothing to ask? Okay. ഈ ടെക്സ്റ്റ് അല്ലാതെ വേറെ ഹലോ സാർ, ഈ ബുക്ക് അല്ലാതെ വേറെ ഏതെങ്കിലും ടെക്സ്റ്റ് ബുക്ക് പിന്നെ നമ്മൾ അതർ ഹെഡ്സ് ഓഫ് ഇൻകം ഇനി എടുക്കുന്ന അതർ ഹെഡ്സ് ഓഫ് ഇൻകം എന്നുള്ള ബുക്കാണ് എടുക്കുന്നത്. സാലറി ഇൻകം ഒരുവിധം പറഞ്ഞിട്ടുണ്ട്. ഇനി അടുത്ത ബുക്ക് അതർ ഹെഡ്സ് ഓഫ് ഇൻകം ECO 11 ബുക്ക് നമ്പർ 3 എടുക്കണം. അതിലെ ഹൗസ് പ്രോപ്പർട്ടി ഇൻകം എന്നുള്ള ഹെഡ് എന്ന് പറയാൻ ഉദ്ദേശിക്കുന്നു. ഹലോ സർ, ഒരു പേജ് ഷെയർ ചെയ്യാൻ വേണ്ടി പറ്റുമോ? എങ്ങനെ പേജ് ഷെയർ ചെയ്യാൻ എനിക്ക് ബുക്ക് കിട്ടിയില്ലേ? ഞാനിപ്പോ സെക്കൻഡ് ഇയറിലാണ്. അപ്പൊ പേജ് ഒന്ന് ഷെയർ ചെയ്യാൻ പറ്റുമോ? ബുക്ക് ഇല്ലേ? ഇല്ല, ഞാനിപ്പോ സെക്കൻഡ് ഇയറിലാണ്. ബുക്ക് കിട്ടിയില്ല, ബുക്ക് വന്നില്ല. അപ്പൊ ക്ലാസ് കണ്ടോണ്ട് ഞാൻ കേറുന്നില്ല. ബുക്കില്ല. ഇല്ല, ബുക്ക് വന്നിട്ടില്ല. ശരി, അപ്പൊ ഞാൻ ക്ലാസ്സിൽ അടുത്ത ക്ലാസ് ഷെയർ ചെയ്യാം. അങ്ങനെയാണെങ്കിൽ ഞാൻ ഡൗൺലോഡ് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ അതെ, അങ്ങനെ പറ്റുമോ? നല്ലേനു. ഇപ്പൊ കേൾക്കുന്നത് മാത്രമേ ഉള്ളൂ, ചെയ്യാൻ അങ്ങനെ പറ്റുന്നില്ല. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഞാൻ അടുത്ത ക്ലാസ്സിൽ ഇപ്പൊ എടുക്കുമ്പോൾ ഷെയർ ചെയ്യാം. അപ്പൊ ഇന്ന് ഞാൻ അത് എന്റെ ബുക്കിന്റെ കയ്യിലുണ്ട്, ഞാൻ ഡൗൺലോഡ് ചെയ്തിട്ടില്ല. ഡൗൺലോഡ് ചെയ്തിട്ട് ഷെയർ ചെയ്യാം. ഓക്കെ. ഓക്കെ സർ. ഓക്കെ സർ.
അപ്പൊ ഞാൻ ബുക്ക് ഇല്ലാതെ പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ശരി കാര്യം മനസ്സിലാവില്ല. അതിന്റെ ഒരു ന്യൂനതയുണ്ട്. ഞാൻ നിങ്ങൾ ബുക്ക് ഉണ്ടെന്നാണ് വിചാരിക്കുന്നത്. ബുക്കില്ലാത്ത എല്ലാവരും ബുക്കില്ലാത്തതാണോ? ഇല്ല, എനിക്ക് ബുക്കുണ്ട്. ഓക്കെ. ബുക്കില്ലാത്തവർ നിങ്ങൾ ഡൗൺലോഡ് ചെയ്തിട്ട് നിങ്ങളെ നിങ്ങൾക്ക് അതിൽ നിങ്ങൾക്ക് കയ്യിൽ അതിന്റെ സോഫ്റ്റ് കോപ്പി ഉണ്ടാവില്ല നിങ്ങളുടെ കയ്യിൽ അതിലേക്ക് തന്നെ. അത് നോക്കുക അങ്ങനെയാണെങ്കിൽ. ബുക്കില്ലാത്തവര് സാധനം ഡൗൺലോഡ് ചെയ്തിട്ട് ഓക്കെ സർ. നിങ്ങളുടെ ഫോണിലോ അല്ലെങ്കിൽ ലാപ്പിലോ നോക്കുക. അല്ലാതെ ആ യാതൊരു കാര്യമില്ല. ബുക്ക് എന്തായാലും വരും എന്ന് വിചാരിച്ചില്ല. ക്ലാസ് ഡിസംബറിലേക്കല്ല എക്സാം ഉണ്ടാവും. ഇപ്പൊ സെക്കൻഡ് ഇയറിലാണ്. സെക്കൻഡ് ഇയർ ഇപ്പൊ കഴിഞ്ഞേ ഉള്ളൂ. ഓക്കെ. ഓക്കെ. ഞാൻ അടുത്ത ഹെഡ് ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി എന്നുള്ള ഹെഡിലേക്ക് പോവുകയാണ്. മൂന്നാമത്തെ ബുക്കില് അതർ ഹെഡ്സ് ഓഫ് ഇൻകം. അതിൽ ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി. അപ്പൊ നമ്മൾ ഒരു ഹെഡ് മാത്രമേ പറഞ്ഞുള്ളൂ, സാലറി ഇൻകം. പിന്നെ 4 ഹെഡ് ബാക്കിയുണ്ട്. ഹൗസ് പ്രോപ്പർട്ടി ഇൻകം, ബിസിനസ് ഇൻകം, ക്യാപിറ്റൽ ഗെയിൻസ്, അതർ സോഴ്സസ്. അതിൽ ബിസിനസ് ഇൻകം ഒഴികെ ബാക്കി എല്ലാം നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. ബിസിനസ് ഇൻകം തൽക്കാലം പഠിക്കാനില്ല. പക്ഷെ രണ്ടാമത്തെ ഹെഡ് എന്താണ് ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി. ഇപ്പോ കെട്ടിടങ്ങൾ വാടകയ്ക്ക് നൽകുമ്പോൾ ഉണ്ടാകുന്ന വാടകയിൽ നിന്ന് വരുമാനം, അതാണ് ഉദ്ദേശിക്കുന്നത്. വാടക നേരിട്ട് വരുമാനമായിട്ട് കണക്കാക്കുകയല്ല, അത് ചില ട്രീറ്റ്മെന്റ് ഒക്കെ ഉണ്ട്. അതാണ് പഠിക്കേണ്ട കാര്യം. ഓക്കെ. അപ്പൊ അത് രണ്ടാമത്തെ പേജ്. അപ്പൊ ബുക്കുള്ളവർ ബുക്ക് നോക്കുക, അല്ലാത്തവർ നിങ്ങളുടെ ഡൗൺലോഡ് ചെയ്ത സാധനങ്ങൾ ഉണ്ടെങ്കിൽ അത് നോക്കുക. ഇനി ഒന്നും ഇല്ലാത്തവരുണ്ടെങ്കിൽ അത് ഞാൻ പറഞ്ഞ പോയിന്റ് നോട്ട് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ. സോ ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി അത് സെക്ഷൻ 20 to 28 ആണ് ഇതിന്റെ സെക്ഷൻ പറയുന്നത്. 22 മുതൽ 28 വരെ. അപ്പോൾ സാലറി ഇൻകം 15-17. പിന്നെ ഹൗസ് പ്രോപ്പർട്ടി ഇൻകം സെക്ഷൻ 22 to 22 മുതൽ 28 വരെ. ഓക്കെ. അപ്പോൾ സെക്ഷൻ 22 അതിന്റെ ചാർജബിലിറ്റി എന്താണ് ടാക്സബിൾ ആകുന്നത് അത് വായിച്ചു നോക്കുക. അക്കോർഡിംഗ് ടു സെക്ഷൻ 22 ഓഫ് ദി ഇൻകം ടാക്സ് ആക്ട്, the assessee has to pay tax on the annual value of property which consists of any buildings or land appertaining thereto, which is owned by the assessee and which is not used for purpose of assessee's business or profession. ഇത്രയും കാര്യങ്ങളാണ്. ഇത് എന്താണ് ഇതിൽ ടാക്സബിൾ ആവുക? ആനുവൽ വാല്യൂ ഓഫ് പ്രോപ്പർട്ടി കൺസിസ്റ്റിംഗ് ഓഫ് ബിൽഡിംഗ്സ്